ലഹരി മാഫിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് MSF നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാലിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിക്ക് സമീപം ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ ഭിന്നതകളും മാറ്റി ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെട്ടു. എല്ലാവർക്കും അറിയാം, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച് കുടുംബത്തിലെ ബാക്കി 5 പേരെ 89 വയസ്സുള്ള പിതാവിന്റെ ഉമ്മ സ്വന്തം അനിയൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെട്ടിക്കൊല്ലുന്ന വാർത്തകൾ വരെ നമുക്ക് കാണേണ്ടി കേൾക്കേണ്ടി വരിക. ഇതിനെ നിലക്ക് നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം പാളിച്ചകൾ വരുത്തി എന്നുള്ളത് ഇപ്പോ അവർ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ചില നടപടികൾ പോലും നമ്മളോട് തെളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ ലൈഫിനോട് തന്നെയാണ്, അതല്ലാതെ ലഹരിയോടല്ല, മദ്യത്തിനോടും മയക്കുമരുന്നിനോടുമല്ല, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളോടല്ല, അതിന്റെ പേരിൽ നടക്കുന്ന കലാപങ്ങളോടല്ല, ബോധം നശിക്കുന്ന സന്തോഷങ്ങളല്ല, സ്വബോധത്തോടു കൂടി നാട്ടിലെ ജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഈ നാടിനും ഗുണകരമായ രീതിയിൽ ചെറുപ്പക്കാർ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ മുദ്രാവാക്യത്തിനും ഉത്തരവാദിത്വത്തിനും അതിന് സാമൂഹികമായ പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്നു. ലഹരിയുടെ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി കൊളുത്തിയ ഈ പന്തങ്ങൾ അത് കെടാതിരിക്കട്ടെ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ അതിനെ കെടുത്തിക്കളയാൻ നമുക്ക് സാധിക്കട്ടെ. നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനൊരു പോരാട്ടമായി ഈ നൈറ്റ് മാർച്ച് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് റഷീദ് തലായി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് K. ലത്തീഫ്, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, N. മഹമ്മൂദ്, ഷാനിദ് മേക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. കടൽപ്പാലത്ത് നടന്ന സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി PC നസീർ ഉദ്ഘാടനം ചെയ്തു. ഈ ലഹരി വ്യാപനത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത്, എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് നിയന്ത്രിക്കേണ്ടതും ഇതിനെ കണ്ടെത്തേണ്ടതും ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതും സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയായതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി ഈ ആരോപണം ഇവിടെ ഉന്നയിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാരാണ് എന്നത്. ആരുടെ കയ്യിലാണ് അധികാരമുള്ളത്? ഇവിടെ എല്ലാ ദിവസവും കൃത്യമായി പരിശോധന നടത്തിയാൽ തീരാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. തസ്ലിം ചെറ്റംകുന്ന്, തഫ്ലി മാണിയാട്ട്, ഷഹബാസ് കായത്ത്, സാഹിദ്, ഫൈസൽ പുനത്തിൽ, സഫാൻ മേക്കുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു.